ഓക്കെ, ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് ഹൗ ടു എൻഹാൻസ് സ്പീക്കിംഗ് സ്കിൽസ് ആണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും സ്പീക്കിംഗ് സ്കിൽസ്. അപ്പോൾ നമ്മൾ എങ്ങനെ അത് എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കാം, നമുക്ക് വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം. പ്രാക്ടീസ് റെഗുലർലി, അതായത് നിങ്ങൾ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്കത് സംസാരിക്കാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് ഒരാൾക്ക് അറിയാം, അല്ലെങ്കിൽ എന്തോ അറിയാം, അപ്പൊ നമുക്ക് സംസാരിക്കും നല്ലപോലെ. നമ്മൾ ഡെയിലി നമ്മളിങ്ങനെ പറഞ്ഞു പഠിക്കുക. ഇപ്പൊ ചില വാക്കുകളൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ചില പ്രൊനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നിങ്ങളത് എന്താ ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമ്മളിങ്ങനെ ഡെയിലി നമ്മൾ ഇപ്പൊ ഒട്ടും ഇംഗ്ലീഷ് അറിയാൻ വയ്യാത്തവരും ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. ഇംഗ്ലീഷ് എങ്ങനെയാന്ന് വെച്ചാൽ അതുപോലെ പഠിച്ച് ഇതാവാൻ നോക്കുക. അപ്പൊ അവർക്ക് നല്ലപോലെ കിട്ടും. ഇംഗ്ലീഷ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ സ്പീക്ക് ആസ് മച്ച് ആസ് പോസിബിൾ വെദർ വിത്ത് ഫ്രണ്ട്സ്, ഫാമിലി ഓർ കൊളീഗ്സ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഇംഗ്ലീഷ് അറിയാവുന്നവർ ആരാണോ, ഇപ്പൊ ഫാമിലി മെമ്പേഴ്സിൽ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടോ, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്നവരാരെങ്കിലും ഉണ്ടോ, നോക്കിയിട്ട് അവരോടൊക്കെ നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. നമ്മളിങ്ങനെ അവർക്ക് ഇംഗ്ലീഷ്, ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ അവർക്കത് കുറച്ച് ഇതായിട്ട് തോന്നാം. എന്നുവെച്ചാൽ അവർ അത്രയും നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയുന്ന ഒരാളായിരിക്കും. പക്ഷെ നമ്മളത് കാര്യമാക്കണം. എന്നുവെച്ചാൽ അവരെ അടുത്ത് ഒരു പെർഫെക്റ്റ് ആയ ആളിന്റെ അടുത്ത് പോയി നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോഴാണ് അവര് പറയുമ്പോൾ നമുക്കും കൂടി പറഞ്ഞു പറഞ്ഞ് നമുക്കും അത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നമ്മൾ വിചാരിക്കും ഒരിക്കലും ഉണ്ടാവത്തില്ല, എന്റെ ഇംഗ്ലീഷ് ഇങ്ങനെ എന്താ ഞാൻ ഇത്രത്തോളം സംസാരിക്കരുത്, ഇത് കേൾക്കുവാണെങ്കിൽ അവർക്ക് എന്തോ തോന്നും, അവർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് പറയുന്നതല്ലേ, അങ്ങനെയൊക്കെ തോന്നും. നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മൾ ഇപ്പൊ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ തന്നെ അവര് ഇപ്പൊ നമ്മളെ കറക്റ്റ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ കറക്ഷൻസ് ഒക്കെ അവർ ചെയ്തു തരും. സോ അപ്പൊ നമ്മൾ അതുപോലെ തന്നെ നോക്കുക. നമുക്ക് നല്ല രീതിയിൽ കറക്ഷൻസ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ നമ്മൾ അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ റെക്കോർഡ് യുവർ സെൽഫ്, അതായത് നമ്മൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം, റെക്കോർഡ് യുവർ സെൽഫ് സ്പീക്കിംഗ് ആൻഡ് ലിസൺ ടു ഐഡന്റിഫൈ ഏരിയാസ് ഫോർ ഇംപ്രൂവ്മെന്റ്. അതായത് നിങ്ങളിപ്പോ കേൾക്കുന്ന കാര്യങ്ങളും നിങ്ങളിപ്പോ സംസാരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ റെക്കോർഡ് ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും മിസ്റ്റേക്ക്, അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യം ഇതെന്തോ വാക്കാ, എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കും എന്ത് വാക്കാ എങ്ങനെയാന്നുള്ളത്. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ആ വാക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതിനു വേണ്ടി നമ്മളത് ശ്രമിക്കുക, വാക്കുകൾ മനസ്സിലാക്കാനായിട്ട്. അതേപോലെ നമ്മൾ കേൾക്കുക. എപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഈ വാക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എഴുതി വെച്ച് നമ്മളത് സെപ്പറേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ വാക്കെടുത്ത് പറഞ്ഞ് നമുക്ക് ഒന്നിച്ചായിട്ട് പറയാൻ പറ്റും. അങ്ങനെയൊക്കെ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ ജോയിൻ ഇൻ എ പബ്ലിക് സ്പീക്കിംഗ് ഗ്രൂപ്പ്. നമ്മൾ പബ്ലിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അതിലൊക്കെ നമ്മൾ ജോയിൻ ചെയ്യും, ഒരു അംഗമാവുക അതില്. എൻഗേജ് ഇൻ പബ്ലിക് സ്പീക്കിംഗ് ടു ബിൽഡ് കോൺഫിഡൻസ് ആൻഡ് റിസീവ് ഫീഡ്ബാക്ക്. അതായത് നമ്മളിപ്പോ ഒരു വലിയൊരു പബ്ലിക്കിലോട്ട് എന്തെങ്കിലും സ്പീച്ചോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മൾ പോകുമ്പോൾ നമ്മൾ ഇപ്പൊ ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ ശ്രമിക്കുക, നമ്മൾ ആ കയ്യിൽ നിന്ന് നമ്മൾ ശ്രമിക്കുക. ഇപ്പൊ ഓരോരുത്തർ അഭിപ്രായം പറയാം, നീ പറഞ്ഞത് കൊള്ളാം, നന്നായിട്ട്, ഇത് ഇമ്പ്രൂവ് ചെയ്യണം, അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ. അപ്പൊ നമ്മൾ അതുപോലെ ഫോളോ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്യുക. നമ്മൾ മാക്സിമം സംസാരിച്ചാൽ മാത്രമാണ് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തടത്തോളം കാലം നമുക്ക് ഒരിക്കലും ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നല്ലപോലെ സംസാരിക്കുക. പിന്നെ ഫോക്കസ് ഓൺ ക്ലാരിറ്റി, കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി, അവോയ്ഡ് ഫില്ലർ വേർഡ്സ് ആൻഡ് സ്പീക്ക് അറ്റ് എ മോഡറേറ്റ് പേസ്. എന്ന് വെച്ചാൽ ക്ലാരിറ്റി, ഇപ്പൊ ഒരാള് ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക, ക്ലാരിറ്റിയോടെ നമ്മൾ പറയാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അവരൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു വാക്ക് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിങ്ങനെ ഓർത്തോണ്ട് ഇതെന്ത് വാക്കാ, ഇപ്പൊ നമ്മൾ പറയുമ്പോഴത്തേക്കും അതിന് ഡിഫറൻസ് വരാം. ഓക്കെ, അപ്പൊ ഡിഫറൻസ് വരുമ്പോഴത്തേക്കും നമുക്കത് ഒട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ശരിക്കും ആ വേർഡിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കാനായിട്ട് പറയാനായിട്ട് ശ്രമിക്കും നല്ലപോലെ. വേർഡ് ഇപ്പൊ ഇങ്ങനെയാ വരുന്നെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നീറ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പിന്നെ യൂസ് ബോഡി ലാംഗ്വേജ്, അതായത് നമ്മൾ ഒരാളോട് സംസാരിക്കും, നമ്മുടെ ബോഡി ലാംഗ്വേജ് യൂസ് ചെയ്യുക. അതായത് എങ്ങനെയാന്ന് വെച്ചാല് മേക്ക് ഐ കോണ്ടാക്ട്. ഇപ്പൊ ഒരാളോട് സംസാരിക്കുമ്പോൾ ആളുടെ കണ്ണിൽ തന്നെ നോക്കിയിട്ട് സംസാരിക്കുക. പിന്നെ യൂസ് ഗെസ്റ്റേഴ്സ് ആൻഡ് മെയിൻറ്റെയിൻ ഗുഡ്
പോസ്റ്റർ നമ്മളിപ്പോ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റ് പൊസിഷനിലൊക്കെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമ്മൾ കയ്യും കെട്ടി അങ്ങനത്തെ ഒന്നും സംസാരിക്കാതെ കറക്റ്റ് പൊസിഷനിലൊക്കെ നിന്ന് നമ്മുടെ ശരീരത്തിലെ ഇതൊക്കെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടൊക്കെ നിന്നൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പ്രിപ്പയർ ഇൻ അഡ്വാൻസ്. നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക. എങ്ങനെയാന്ന് വെച്ചാൽ ഓർഗനൈസ് യുവർ തോട്ട്സ്, പ്രിപ്പയർ നോട്ട്സ് ആൻഡ് പ്രാക്ടീസ് ബിഫോർ പ്രസന്റിങ്. അതായത് ഒരാളോട് സംസാരിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ ഇപ്പൊ ഇംഗ്ലീഷിൽ ഒരാളോട് സംസാരിക്കണം നമുക്ക്, അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ എന്ത് കാര്യമോ അവിടെ പറയാൻ പോകുന്നുള്ളത് നമ്മൾ നോട്ടാക്കി വെക്കുക. അത് തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക നല്ലതുപോലെ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രാക്ടീസ് ഒരാളോട് സംസാരിക്കാൻ നമ്മൾ പലതവണ പ്രാക്ടീസ് ചെയ്ത് നമ്മളിപ്പോ നമ്മുടെ കസിനോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ഇതൊന്ന് പറയാനായിട്ട് നോക്കുക. അപ്പൊ നമ്മൾ അവരോട് സംസാരിക്കുന്ന പോലെ തന്നെ നമുക്ക് പറ്റും. ഇപ്പൊ അതുപോലെ നമ്മൾ പറയാനായിട്ട് നോക്കുക. ഓക്കെ, പിന്നെ സീക്ക് ഫീഡ്ബാക്ക്. അതായത് നമ്മളിപ്പോ ഒരു കാര്യം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ അവരോട് ഫീഡ്ബാക്ക് ചോദിക്കുക, അഭിപ്രായം ചോദിക്കുക. ഞാൻ പറഞ്ഞത് എങ്ങനെയുണ്ട്, എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, ഇങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമുക്ക് എവിടെയാണോ മിസ്റ്റേക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ റീഡ് ലൗഡ്. റീഡ് ബുക്സ്, ആർട്ടിക്കിൾസ് ഓർ ന്യൂസ് ടു പ്രാക്ടീസ് ടോൺ, പിച്ച് ആൻഡ് പീസ്. എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, അതായത് ന്യൂസ് പേപ്പർ വായിക്കുമ്പോൾ, മാഗസീൻസ് ഒക്കെ വായിക്കുമ്പോൾ നമ്മൾ ഒച്ചത്തിൽ വായിക്കും. നമ്മൾ ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ ചില പിള്ളേരെ കണ്ടിട്ടില്ല നമ്മളിങ്ങനെ ലൗഡായിട്ട് വായിക്കുന്നത്, എന്നാലേ അവർക്ക് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ നമ്മൾ ഒച്ചത്തിൽ വായിക്കുമ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു ടോൺ, ആ ഒരു ശൈലി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഇംഗ്ലീഷിലും ഉണ്ട് അങ്ങനെ പല ഡിഫറെന്റ് ടോണും ശൈലിയും ഒക്കെ നമുക്കുണ്ട്. ഇപ്പൊ അമേരിക്കൻ ഇംഗ്ലീഷ് അല്ല നമ്മുടെ ഇന്ത്യൻ ഇംഗ്ലീഷ്, അങ്ങനെ പല രീതിയിലുള്ള ഇംഗ്ലീഷ്. ഇപ്പൊ ചൈനക്കാർ പറയുന്നതല്ല, അവർ വേറെ രീതിയിലാണ് പറയുന്നത്. അങ്ങനെ പല ആൾക്കാരും പല രീതിയിലാണ് ഇംഗ്ലീഷ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ടോൺ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. ലേൺ ടു ഹാൻഡിൽ നെർവ്സ്. ടേക്ക് എ ഡീപ് ബ്രെത്ത്, ഫോക്കസ് ഓൺ യുവർ മെസ്സേജ് ആൻഡ് റിമെമ്പർ ദാറ്റ് ഈസ് ഓക്കെ ടു മേക്ക് മിസ്റ്റേക്ക്. അതായത് നമ്മളെ തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിക്കാതെ നമ്മൾ കൈയും കാലൊക്കെ വരയ്ക്കുക. അപ്പൊ നമ്മളെ തന്നെ കൺട്രോൾ ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ബ്രീത്ത് എടുത്തിട്ട് ചെയ്യുമ്പോൾ നന്നായിരിക്കും. അപ്പൊ നമുക്ക് അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മൾ നല്ലപോലെ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അതുപോലെ ഡീപ്പ് ബ്രീത്ത് ഒക്കെ എടുത്തിട്ട് വേണം പറയാനായിട്ട്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ എക്സ്പാൻഡ് യുവർ വൊക്കാബുലറി. ഇപ്പൊ നമ്മുടെ വൊക്കാബുലറി ഒക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക. അതായത് പുതിയ പുതിയ വേർഡ്സ് ഒക്കെ പഠിക്കുക. പിന്നെ ഫ്രേസസ് ആൻഡ് ഇഡിയംസ് ഇതൊക്കെ നമ്മൾ സ്പീക്കിംഗ് സ്കിൽസിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. എങ്കിലാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുള്ളൂ. പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. നമ്മൾ അത് ലിസൺ ചെയ്യണം. ഇപ്പോ നമ്മൾ പറയുന്ന മാത്രമല്ല, നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് പറയുന്നത് നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ ആക്റ്റീവ് ലിസണിങ് സ്കില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. കേൾക്കുന്നത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലാണ് നമുക്കത് തിരിച്ച് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ അവര് പറയുന്ന കാര്യമല്ല നമ്മൾ റിപ്ലൈ കൊടുക്കുന്നെങ്കിൽ അവിടെ പോയി നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കുക, എങ്കിലാണ് നിങ്ങൾക്കത് തിരിച്ച് ഒരു മറുപടി പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ലിസണിങ് സ്കില്ലിന്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക്, കാണാൻ ആഗ്രഹിക്കുന്നവർക്കുണ്ടെങ്കിൽ എന്റെ ചാനലിലുണ്ട്. ഓക്കെ, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ടു അതർ ആസ്ക് ക്വസ്റ്റ്യൻ ആൻഡ് റെസ്പോണ്ട് തോട്ട്ഫുള്ളി. ഇപ്പൊ നമ്മൾ ആക്റ്റീവായിട്ട് ലിസണിങ്. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ യൂസ് സ്റ്റോറി ടെല്ലിംഗ് ടെക്നിക്ക്. അതായത് നമ്മൾ കഥകളൊക്കെ പറയാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ടെക്നിക്സ് ഒക്കെ മനസ്സിലാക്കുക, എങ്ങനെ പറയണം എന്നുള്ളത്. ഷെയർ റിലയബിൾ സ്റ്റോറീസ് ടു കൺവേ മെസ്സേജ് ആൻഡ് എൻഗേജ് അഡ്വാൻസ്. അതായത് നമുക്ക് ഓഡിയൻസിനെയൊക്കെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതുപോലത്തെ കഥകളും കാര്യങ്ങളൊക്കെ പറയാം. സോ അവർക്ക് അപ്പം അത്രത്തോളം തന്നെ എൻഗേജ്ഡ് ആയിരിക്കും അവര്. പിന്നെ ബി ഓതന്റിക് ആൻഡ് കോൺഫിഡൻറ്റ്. നമ്മൾ പറയുന്ന കാര്യം ഇപ്പൊ നമ്മൾ എന്ത് പറയുന്നു നമ്മൾ കോൺഫിഡൻറ്റോടെ പറയാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ അവര് വിചാരിക്കും ഇവര് പറയുന്നതിലൊന്നും കാര്യമില്ല, ഇത് ശരിയല്ല, ഇത് തെറ്റാണ് എന്നൊക്കെ പറയാനായിട്ട് അവർക്ക് പറ്റും. അപ്പൊ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിന്ന് പറയാം. നമ്മൾ എന്ത് കാര്യം ഇപ്പൊ ഇംഗ്ലീഷിൽ നമുക്ക് ഇപ്പൊ കുറച്ചേ അറിയത്തുള്ളൂ എങ്കിലും നമ്മൾ ഉള്ളത് കോൺഫിഡൻറ്റോടെ പറയാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് എത്ര ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് ആണ് അറിയുന്നത് അത്രയും നമ്മൾ കോൺഫിഡൻസോടെ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുക. നമുക്കിപ്പം കോൺഫിഡൻസ് ഇല്ലാതെ ഒന്നും പറയാനായിട്ട് നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പൊ നമുക്ക് അത് പറയാനായിട്ട് ശ്രമിക്കുക. എങ്കിലാണ് ആ കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്നത് ഇത്ര കോൺഫിഡൻസ് ഉണ്ട്, അങ്ങനെ പറയുന്നതിലൊക്കെ ഒരു കാര്യം ഉണ്ടെന്ന് അവർക്ക് തോന്നത്തുള്ളൂ. പിന്നെ ലേൺ ടു ഹാൻഡിൽ ക്വസ്റ്റ്യൻസ്. അത് ക്വസ്റ്റ്യൻസ് ഒക്കെ
പറയാനായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാന്ന് നോക്കാം. സ്റ്റേ ക്ലെയിം തിങ്ക് ഓൺ യുവർ ഫീറ്റ് ആൻഡ് റെസ്പോണ്ട് തോട്ട്ഫുള്ളി. ഇപ്പൊ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരാൾ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയെങ്കിൽ അത് നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, അവരോട് അതിനുള്ള മറുപടി പറയാനായിട്ട്. ഇപ്പൊ ഞാൻ ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കില്ലേ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം തരാനായിട്ട് ഞാൻ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതുപോലെ നിങ്ങൾ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമ്പോൾ അതിനൊരു റെസ്പോണ്ട് ചെയ്യാനായിട്ട്. ടേക്ക് കെയർ യുവർ വോയിസ്. നമ്മുടെ വോയിസിന് നല്ലപോലെ ടേക്ക് കെയർ ചെയ്യുക. എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റേ അവോയ്ഡ് ഷൗട്ടിങ് ആൻഡ് ഗെറ്റ് ഇനഫ് റെസ്റ്റ് ടു മെയിൻറ്റെയിൻ ആൻഡ് ഹെൽത്തി വോയിസ്. നമ്മൾ ഒത്തിരി ഷൗട്ട് ചെയ്യാതെ, നമ്മൾ ഫാസ്റ്റ് ആയിട്ട് പറയാതെ, നമ്മൾ പറയുന്നത് എല്ലാം അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവണം. ഇപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ സംസാരിക്കുന്ന ഓരോ വാക്കുകളും ക്ലിയർ ആവണം, എങ്കിലാണ് നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല എന്താ കാര്യം. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ പ്രാക്ടീസ് സ്പീക്കിംഗ് ഇൻ ഡിഫറെന്റ് കോണ്ടെന്റ്സ്, എൻഗേജ് ഇൻ ഫോർമൽ പ്രസന്റേഷൻ, ഫോർമലും ഇൻഫോർമലും ആയിട്ടൊക്കെ നമ്മൾ ഡിഫറെന്റ് രീതിയിലൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഗ്രൂപ്പ് ഡിസ്കഷനിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഒരു ടോപ്പിക് എടുത്ത് നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടി ശ്രമിക്കുക. പിന്നെ ലേൺ ടു മാനേജ് യുവർ ടോൺ ആൻഡ് പിച്ച്. വെരി യുവർ ടോൺ. നമ്മൾ ഓരോരുത്തർ പറയുമ്പോൾ ഡിഫറെന്റ് ടോൺ ആയിരിക്കും. ഇപ്പൊ ഇംഗ്ലീഷിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ മലയാളികൾ ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്കും നമുക്ക് സ്വാഭാവികമായിട്ട് ഒരാൾ ഇംഗ്ലീഷ് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും ഇവര് മലയാളികളാണ് എന്നുള്ളത്. അവരുടെ ആ ഇംഗ്ലീഷ് പറയുന്ന ആ ഒരു ടോൺ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇവർ ഏത് ലാംഗ്വേജാ, ഇവരുടെ മദർ ടങ് ഏതാന്ന് അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ മലയാളികൾ തന്നെയല്ല, ഇപ്പൊ കന്നഡക്കാര് ഇംഗ്ലീഷ് പറഞ്ഞാലും ഇപ്പൊ തമിഴ്നാട്ടിലുള്ളവർ ഇംഗ്ലീഷ് പറഞ്ഞാലും ഏത് ലാംഗ്വേജിലുള്ളവർ ഇംഗ്ലീഷ് പറഞ്ഞാലും നമുക്ക് ആ ടോൺ ഉണ്ട്, അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ ലേൺ ടു ഹാൻഡിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ്. ഇപ്പൊ നമ്മൾ ഓരോരുത്തരും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമ്മളിപ്പോ ഇംഗ്ലീഷിൽ ഓരോരുത്തർ ചോദിക്കുകയാണ്, ഇതെങ്ങനെയാ അപ്പോ ഇത് വന്ന എങ്ങനെ വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മളത് ഉത്തരം പറയാനായിട്ട് നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. എത്ര കട്ടിയുള്ള ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ അതിന് പ്രിപ്പയർ ആയിട്ട് വേണം നമ്മൾ ഒരു കാര്യം ചെയ്യാൻ. റെക്കോർഡ് യുവർ സെൽഫ് ഇൻ ഡിഫറെന്റ് എൻവയോൺമെന്റ്. പ്രാക്ടീസ് സ്പീക്കിംഗ് ഇൻ വേരിയസ് സെറ്റിംഗ്സ് ലൈക്ക് നോയ്സ്ലി റൂം ഓർ ഔട്ട്ഡോർ. നമ്മൾ പല രീതിയിലും ഇന്ന് പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒത്തിരി സൗണ്ട് ഉള്ള സ്ഥലത്ത് പ്രാക്ടീസ് ചെയ്യാം, ശബ്ദം ഇല്ലാതെ കുറഞ്ഞിടത്ത് പ്രാക്ടീസ് ചെയ്യും. ഇപ്പോൾ ഒത്തിരി സൗണ്ട് നോയ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് സൗണ്ട് വെച്ചിട്ട് വേണം നമ്മൾ പറയാനായിട്ട്. ഇപ്പൊ നോയ്സ് ഇല്ലാത്ത ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് അവിടെ വളരെ ഒച്ച വേണ്ട, ഒച്ച കുറച്ചിട്ട് നമുക്ക് പറയാം. കാരണം വെച്ചാൽ ഒത്തിരി സൗണ്ട് വേണം. അപ്പൊ നമ്മൾ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാം നല്ലപോലെ. പിന്നെ പ്രാക്ടീസ് സ്പീക്കിംഗ് ഓൺ ക്യാമറ. അതായത് ക്യാമറയുടെ മുന്നിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം നല്ലപോലെ സംസാരിക്കാനായിട്ട്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പയർ ഫോർ വീഡിയോ കോൺഫറൻസിങ്, ഇന്റർവ്യൂ ഓർ പ്രസന്റേഷൻ. ഇപ്പൊ നമ്മൾ ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ ക്യാമറയുടെ മുന്നിൽ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മളാണ് വിചാരിക്കരുത്, ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പൊ നമ്മൾ ജോലിയൊക്കെ കിട്ടി പോകുമ്പോൾ കോൺഫറൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. കോൺഫറൻസോടെ പറ്റണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. പിന്നെ സെലിബ്രേറ്റ് യുവർ പ്രോഗ്രസ്, അക്നോളേജ് ആൻഡ് സെലിബ്രേറ്റ് യുവർ ഇംപ്രൂവ്മെന്റ്, നോ മാറ്റർ ഹൗ സ്മോൾ, ടു സ്റ്റേ മോട്ടിവേറ്റഡ്. ഇപ്പൊ നമ്മളെ തന്നെ നമ്മൾ എൻകറേജ് ചെയ്യും. എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ ഇത്രയൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ തന്നെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, നമ്മളെ തന്നെ നമ്മൾ അഭിനന്ദിക്കുക. അങ്ങനെ നമ്മളെ തന്നെ നമ്മൾ എൻകറേജ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ ഒരു അഭിമാനം തോന്നും, എന്നിട്ട് നമുക്ക് തന്നെ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം എന്ന് നമുക്ക് തോന്നത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സ്പീക്കിംഗ് സ്കിൽസ് വരുമ്പോൾ, എങ്കിലാണ് നിങ്ങൾക്ക് നല്ലതുപോലെ സംസാരിക്കാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ലിസണിങ് സ്കിൽസിനെ പറ്റി പറഞ്ഞു. അപ്പൊ അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സ്പീക്കിംഗ് സ്കിൽസ്. അപ്പൊ നിങ്ങൾ ഇത് കൃത്യമായിട്ട് ചെയ്തു പോകും. ഓക്കെ, സോ അപ്പം ആർക്കെങ്കിലും ഇതുപോലെ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചാൽ മാത്രം മതി, ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ്സുകൾ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ ഒരു ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിക്കുള്ളൂ. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും see you.